മലൈക്കോട്ടെ വാലിബൻ ഇന്നലെ റിലീസായി. ഒരു മിക്സഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മെജോറിറ്റി ക്രൗഡിനും പടം സാറ്റിസ്ഫൈങ് അല്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ആണ് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്, എസ്പെഷ്യലി ഫ്രം സോഷ്യൽ മീഡിയ. ഓക്കെ, എന്നെ പോലുള്ളവർക്ക് പടം ഇഷ്ടമായി എന്നും തുറന്നു പറയുന്നുണ്ട്. ആ തുറന്നു പറയുന്നവരോട് നിങ്ങൾ പോയി അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണടാ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞാനത് കേൾക്കണ്ടേ. കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ കോക്കിന്റെ ഒപ്പീനിയൻ കേട്ടിട്ടോ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ മാറ്റി പറയുന്നതോ ഒരായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല ഞാൻ. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ കോക്കിൻ്റെ ഒപ്പീനിയൻ. ഇത് രാവിലെ മുതൽ ഞാൻ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഇന്നലെ ഇറങ്ങി ഇങ്ങനെ ഈ ഒരു ഒപ്പീനിയൻ മിക്സ് ആയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു LJP ലിജോ ജോസ് പല്ലിശ്ശേരി ഇന്ന് വന്ന് എഗെയിൻ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളും പിന്നെ എന്താണ് ഇങ്ങനെ ഈ ഒപ്പീനിയൻ മിക്സ്ഡ് ആയിട്ട് വരാനുള്ള ഒരു റീസൺ എന്തായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഓക്കെ, ഈ സിനിമയുടെ ടീം അവർക്ക് ഇതിൽ കൺസേൺ ഉണ്ട്. കാരണം ഇങ്ങനെ മിക്സഡ് ഒപ്പീനിയൻ വന്നതിൽ അവർക്ക് കൺസേൺ ഉണ്ട്. ഈ സിനിമയുടെ ഒരു എന്താ പറയുക, പ്രീ റിലീസ് പ്രൊമോഷന്റെ ടൈമിലൊക്കെ ഇവർ ഗ്രൂപ്പായിട്ടാണ് പ്രൊമോഷനൊക്കെ വരിക. ഇതിപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, ആ സിനിമയുടെ ഡയറക്ടർ. അത് പലപ്പോഴും അങ്ങനെയാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ടീം എഫേർട്ട് എന്നൊക്കെ പറയും. സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എൻഡ് ഓഫ് ദ ഡേ ഡയറക്ടർ മാത്രം വന്നിരുന്ന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും. ആൻഡ് എന്താ പറയുക, ചില സിനിമ അങ്ങനെയാണ്, ചിലത് വർക്കാവും ചിലത് വർക്കാവില്ല ചിലർക്ക്. ഓക്കെ, ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസീവ് ക്രൗഡിന് വർക്കായില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ അത് അഡ്രസ്സ് ചെയ്യുന്നത് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന വേണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ലിജോ ജോസ് പല്ലിശ്ശേരി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. മുൻപ് ഒരു 99 ദിവസം 100 ദിവസം ഒക്കെ കിട്ടിയിരുന്നൊരു വിൻഡോ ഇപ്പോൾ നമുക്ക് ഒരു 28 ദിവസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 28 ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത്. അതിനുശേഷം അത് OTT പ്ലാറ്റ്ഫോംസിലേക്കും TV-യിലേക്കും ഒക്കെ ചുരുങ്ങി കൊച്ച് 4-5 സ്ക്രീനിലും TV-യിലേക്കും ഒക്കെ ആയിട്ട് മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ 1.5 വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിന്റെ റിസൾട്ടായിട്ടുള്ള സിനിമ ഇനി ഓഡിയൻസിൽ ഒരു വലിയ തിരശ്ശീലയിൽ കാണാൻ കിട്ടുന്ന 28 ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, വേറെ ആരും ഇപ്പൊ ഇത്രകാലം കുറേ സിനിമാ പ്രവർത്തകരും എന്താ പറയാ കുറെ വലിയ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വന്ന് സംസാരിച്ചപ്പോഴും പറയാത്തൊരു കാര്യമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു തുടങ്ങുന്നത് പ്രേക്ഷകരോട്. അതായത് പണ്ടത്തെ പോലെ അല്ല, 100 ദിവസം 90 ദിവസമൊക്കെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ ഓടാനുള്ള ഗ്യാപ്പ് ഇല്ല. ഇപ്പോൾ മാക്സിമം പോയാൽ 20, അത് അത്രയും നല്ല സിനിമയാണെങ്കിൽ ഒരു 30 ദിവസം അത്രേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളാണ്, OTTക്ക് പോകണം, അടുത്ത ബിസിനസ് നടക്കണം. കാരണം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടി, രണ്ടാമത് സിനിമകളുടെ എണ്ണം കൂടി, റിലീസുകളുടെ എണ്ണം കൂടി, അങ്ങനെ പിന്നെ അന്യഭാഷാ ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ട് സക്സസ് ആവുന്നുണ്ട്. മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് അന്യഭാഷാ ചിത്രങ്ങളെ. സോ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ മലയാളം സിനിമകൾക്ക് ഈ 100 ദിവസം 90 ദിവസം ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പം അതൊരു വിഷയം തന്നെയാണ്, അതല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെ അത് കൃത്യമായി ഡെലിവർ ചെയ്യാൻ പറ്റി, അതൊരു നല്ല കാര്യം. സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടു പരിചയിച്ച സിനിമയുടെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ശാഠ്യം പിടിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ വാലിബൻ എന്ന് പറയുന്നത് ഫെറാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്, പക്ഷെ അതിന്റെ വേഗത 100 അപ്പൊ അത് നമ്മള് ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പൊ അതിന് എന്താ പറയാ, അതിന്റെ വേഗത പോരാന്ന്
പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ സിനിമയിലെ ലാഗ് ഫാക്ടർ, ഓക്കെ, ഇതിപ്പോ പല സിനിമകളും, ഇപ്പൊ ഞാനും ചില സിനിമകൾ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ലാഗ് ആണ് എന്ന് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോ ഒരു വലിയ ക്രൗഡിന് ഒരു സിനിമ ചിലപ്പോൾ കുറച്ച് ലാഗ് ആയിട്ട് തോന്നാം. അപ്പൊ ആ ഒരു ഫാക്ടർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്താ പറയാ, ഡിപ്പെൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻ, ഇതൊക്കെയാണ് ഇനി വരുന്ന പ്രൊമോഷൻ, സിനിമ പ്രൊമോഷന് വരുന്ന ആളുകൾ ശരിക്ക് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. LJPന്റെ പടമാണ് നൻപകൽ നേരത്ത് മയക്കം. അത് IFFKയിലൊക്കെ സ്ക്രീൻ ചെയ്ത് പിന്നെ അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് ഓൾറെഡി അതൊക്കെ കണ്ടതിന് ശേഷം ഈവൻ ആ ടീമാണെങ്കിൽ തന്നെ തിയേറ്റേഴ്സിൽ വരുന്നതിന് മുന്നേ പറയുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഓക്കെ, ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് മൂവി, ഇതിങ്ങനെയാണെന്നൊക്കെ അറിയുമ്പോൾ വീണ്ടും തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർ അത് എക്സ്പെക്ട് ചെയ്താണ് കയറുന്നത്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സിനിമയുടെ ഭാഗമായി നിന്ന വ്യക്തികൾ വന്നിട്ട് തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ലോ പേസ് മൂവിയാണോ, അല്ലെങ്കിൽ ഒരു തിയേറ്റർ കുലുങ്ങുന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സിനിമയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിയൊക്കെ വന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഫാൻസ്? അതും ചെറിയൊരു നടനൊന്നുമില്ലല്ലോ അഭിനയിച്ചേ, മോഹൻലാൽ എന്ന് പറഞ്ഞ വൻമരമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഫാൻസ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രീവിയസ് മൂവീസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വൻ മാസിന് സ്റ്റാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആവും ഇരിക്കണേ. പിന്നെ ഓൾറെഡി ഇതിനകത്തൊരു ഗുസ്തിക്കാരൻ്റെ കഥ, ഒരു 4-5 ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത് എന്നുള്ളതൊക്കെ ഈ സിനിമയുടെ ടീം തന്നെയാണ് പറയുന്നത്. അവിടെ എവിടെയും ഇതൊരു സ്ലോ പേസിൽ പോകുന്ന മുത്തശ്ശി കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്, അമർ ചിത്ര കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിൽ മാസ് ഇല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ലാഗ് ഉണ്ട്, ഇതൊരു സ്ലോ പേസ്ഡ് ആണ് എന്നൊന്നും അങ്ങനെ കൺവിൻസിങ് ആയിട്ട് പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അത് ഇനിയെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണോ സിനിമ, ആ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിറ്റിസിസത്തിന്റെ ഒരു അളവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റായി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി മേ ബി മൂവി റിവ്യൂവേഴ്സ്, മൂവി ഒപ്പീനിയൻ പറയുന്നവരെ കുറിച്ചിട്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. മലയാളികൾ സിനിമ കാണുന്ന മലയാളം പ്രേക്ഷകർ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരിക്കലും. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവി റിവ്യൂവർ വന്നിട്ട് അല്ലെങ്കിൽ മൂവി ഒപ്പീനിയൻ പറയുന്ന ഒരാൾ വന്നിട്ട് അയാൾക്ക് പടം വർക്കായില്ല എന്ന് പറയും, അയാൾ കുറേ റീസണും പറഞ്ഞിട്ട് പോകും. പക്ഷെ ഒരു മാസീവ് ക്രൗഡിന് മൂവി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കമൻറ്റ് ബോക്സ് കയറി നോക്കിയാൽ മതി, പൂര തെറിവിളിയായിരിക്കും. ഇനി അത് തിരിച്ചു ആവാം. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അയാൾ അതിൻ്റെ പോസിറ്റീവ് പറഞ്ഞു. പക്ഷെ ഒരു മെജോറിറ്റി ക്രൗഡിന് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കയറിയാൽ നോക്കിയാൽ മനസ്സിലാവും നീ പൈസ മേടിച്ച് ചെയ്തവാടാ, നീ അവരറിഞ്ഞോട് ചെയ്തവാടാ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. സോ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല മലയാളി പ്രേക്ഷകർ മൊത്തം ടോട്ടാലിറ്റിയിൽ എല്ലാവരും സിനിമ കാണുന്നതിലൊരു മെജോറിറ്റി ഏതെങ്കിലും ഒരു മൂവി റിവ്യൂവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒപ്പീനിയൻ്റെ മോഡിൽ മാത്രം സിനിമ കണ്ടിട്ടും, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ 10 ആളത് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ല, അവനോട് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ആരും പറയുന്നില്ല. ഇഫ് ദ മൂവി ഡെലിവേഴ്സ് എ ഗുഡ് ക്വാളിറ്റി കണ്ടന്റ്, ഒരു വിഷ്വൽ ട്രീറ്റ്, അതൊരു വലിയ ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിക്സ്ചർ, ആ മിക്സ്ചർ പ്രോപ്പറായിട്ട് എത്തിയ ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ സിനിമ സക്സസ് ആക്കും. അല്ലാതെ മിക്സ് റിവ്യൂസ് വന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാളെ കണ്ണിലൂടെ കാണരുത് ഒക്കെ അത് ഇനി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മലയാളികൾ അങ്ങനെയല്ല. മലയാളി പ്രേക്ഷകർ എസ്പെഷ്യലി ഫസ്റ്റ് ഒരു 2-3 ദിവസം തിയേറ്ററിൽ കയറി സിനിമ കാണുന്ന പ്രേക്ഷകർ ആരും വേറൊരാളെ കണ്ണിലൂടെ കാണാൻ താല്പര്യപ്പെടുന്നവരല്ല. അവർ ഒതന്റിക് ആയിട്ട് അവർ ഇഷ്ടപ്പെട്ട് തന്നെ കയറി കാണുന്നതാണ്. ഈ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ക്രൗഡ് ഇതൊക്കെ കണ്ട് ഒപ്പീനിയനൊക്കെ കേട്ട്
നമ്മളൊന്ന് ഏത് സിനിമയ്ക്കാണ് പോകണ്ടേ, അപ്പൊ ആ സിനിമ നല്ലതാന്ന് പറയില്ല, എന്നാൽ അതിന് പോയാൽ മതി. ഈ സിനിമ മോശമാ പറയില്ല, എന്നാൽ അതിന് പോകണ്ട. അങ്ങനെ വരുന്ന ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന ക്രൗഡാ. ഓക്കെ, ഓക്കെ, ഇത് ലിജോ പറയുന്നുണ്ട് സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്. സ്റ്റില്ല് കൂട്ടി. ആദ്യം പറയും നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റില്ല് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി മൂവീസ്, ഒരു മാറ്റവും ഇല്ല. അങ്ങേര് എന്താണോ അങ്ങേർക്ക് എടുക്കേണ്ടത് അത് തന്നെ എടുത്തു വെക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഇംപ്രസ് ചെയ്യിക്കാനൊന്നും അങ്ങേര് അല്ലെങ്കിൽ ഏതെങ്കിലും നടന് ഇപ്പൊ ഇത് അങ്ങനെയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ചവിട്ടുമ്പോൾ പാറയിൽ തീയും പറക്കലും കുറച്ച് BGM മാസമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പൊലിപ്പിക്കായിരുന്നു. പക്ഷെ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ഇങ്ങനെ സിനിമ എടുക്കാനാണ് ഇഷ്ടം. ആൻഡ് ഈവൻ മലയാളികൾക്കും അങ്ങനെ കാണാനാണ് ഇഷ്ടം. എടുത്ത സിനിമകളുടെ കൂട്ടത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ, നെക്സ്റ്റ് സിനിമ എടുക്കുക. സിമ്പിൾ ആണ്. അല്ല, ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, സോഷ്യൽ മീഡിയയില് ഫൈറ്റ്, ഫാൻ ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പ്, അല്ലെങ്കിൽ ഒരാളെ സിനിമ ഹിറ്റായി മറ്റവന്റെ പൊളിക്കണം എന്നുള്ള ഒരു അതൊക്കെ ലിജോ പറഞ്ഞത് ഉണ്ട് തന്നെ വെച്ചോ. അത് ഉള്ള കാര്യം വെച്ചോ എന്നല്ല, അതുണ്ട്. പക്ഷെ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞ വേറൊരു കേസുണ്ട്. ഈ രാവിലെ കയറുന്ന ഇനീഷ്യലി കയറുന്ന ക്രൗഡ് അവരുടെ വൈബിലായിരിക്കും ബാക്കിയുള്ളവർ സിനിമയെ വിലയിരുത്തുക. വൈകുന്നേരം വരുന്ന ക്രൗഡ് എല്ലാം സെറ്റിലായിട്ട് വന്നിട്ട് കാണുന്ന ക്രൗഡാണ്. ഈ സെറ്റിലായിട്ട് വന്ന് കാണുന്ന ക്രൗഡ് എപ്പോഴും എന്താ അറിയോ, അവര് ഓപ്ഷൻസ് നോക്കും. രാവിലെ കയറിയവർ നോക്കും. ഈ രാവിലെ കയറിയവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഒരു സിനിമ 4 മണിക്കോ 5 മണിക്കോ നിങ്ങൾ റിലീസ് ആക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ കയറാൻ അവർ ഉറക്കവും കളഞ്ഞ് അവർ തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങി അവരത്രയും അതിന് വെയിറ്റ് ചെയ്ത് വരുന്ന ആളുകളാ. അപ്പൊ ഈ രാവിലെ കയറുന്ന ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ അത്ര ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കയറുന്ന ക്രൗഡാണ്. അപ്പൊ ആ ക്രൗഡിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ആ ക്രൗഡിന്റെ വൈബ് ആയിരിക്കും നെക്സ്റ്റ് ക്രൗഡിന്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും നെക്സ്റ്റ് ക്രൗഡിനെ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ രാവിലെ കയറുന്ന ക്രൗഡിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരിക്കലും. ഈ രാവിലെ കയറുന്ന ക്രൗഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ കയറുന്ന ക്രൗഡിനെ ഭയങ്കരമായിട്ട് മലയാള സിനിമയിലെ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ കയറുന്ന ക്രൗഡാണ് ഞാൻ പറയുമ്പോൾ ഒതന്റിക് ക്രൗഡ്. അത് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇതേപോലെ ഒപ്പീനിയൻ കണ്ടു, അല്ലെങ്കിൽ അവർ ആ മൂഡ് അനുസരിച്ച് വരുന്ന ആളുകളെന്നേ ഉള്ളൂ. അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡ് പോലെ വന്ന് ഇത് പണിയും ഒഴിവാക്കി, ഉറക്കം ഒഴിവാക്കി, സിനിമ ഇറങ്ങുന്ന സമയത്ത് അന്ന് ദിവസം FDFS എന്ന് പറയുന്ന ഷോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ക്രൗഡ് എന്ന് പറയുന്നത് ശരിക്കും അവർ അത്രയും അതിന് സിനിമയ്ക്കും അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചിട്ടുമാണ്. സോ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കയറുന്ന ക്രൗഡിനെ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സിനിമാക്കാർ സംസാരിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം. ഞാൻ ഫസ്റ്റ് കയറുന്ന ക്രൗഡ് അവരുടെ ഒപ്പീനിയൻ അതിന് വാല്യൂ ഉണ്ടെന്നും കൂടി മനസ്സിലാക്കട്ടെ. അതിന് വാല്യൂ ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറരുതെന്നാണ് എന്റെ അഭിപ്രായം. കണ്ട, അതായത് ലിജോ ഇതിന്റെ ബാക്കിലുള്ള എഫേർട്ടിനെ കുറിച്ച്, സിനിമ എല്ലാവരുടെയും എഫേർട്ടാണ്. ഓക്കെ, എല്ലാവർക്കും ഈ എഫേർട്ട് ഉണ്ട്. അപ്പൊ ലിജോന്റെ നേരത്തെ പറഞ്ഞു വേറൊരാളുടെ കണ്ണിലൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അയാളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളിട്ട എഫേർട്ടിൽ നിങ്ങൾ എടുത്ത സിനിമ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. അത് എല്ലാ സിനിമാക്കാർക്കും അങ്ങനെയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഇത് ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ബെസ്റ്റ് ആവണം, നിങ്ങൾക്കും ഇത് മാറാൻ പാടില്ല അഭിപ്രായം എന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. 150-200 കൊടുത്ത് പടം കാണുന്ന ഒരാൾക്ക് അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ.
അപ്പൊ അതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് രാവിലെ കയറി കണ്ടുവരെ പ്രശ്നമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ. കാരണം അത് മോശമാണ്. കാരണം നിങ്ങൾ എടുത്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അടിപൊളി ആയിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ തന്നെ ആവണം. നമുക്കൊക്കെ അങ്ങനെയാണ്. നമ്മളെ സാധനങ്ങൾ നമുക്ക് അടിപൊളിയായിരിക്കും. വേറൊരാൾ കുറ്റം പറഞ്ഞാലും നമുക്കത് അടിപൊളിയായിരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് അടിപൊളിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കും അടിപൊളി ആവണം എന്നുള്ള സംസാരത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്നെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ഇതാണ് ഒരുമാതിരി എന്താ പറയാ, എനിക്ക് തീരെ ലിജോന്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചതിൽ പറ്റാത്തൊരു കാര്യം. ടിനു പാപ്പച്ചൻ ആ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തി വന്നിട്ട് സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ തിയേറ്റർ കുലുങ്ങും, മാസ്മരികമാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ് ലിജോ ചെയ്യുന്നത്. ഈ പറഞ്ഞ വർത്തമാനം അത് ആ സിനിമയായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ തിയേറ്റർ കുലുങ്ങുന്നതും കാത്തിരിക്കുന്നത്. കാരണം ആളുകളുടെ ഇത് മലയാളത്തിലെ മോഹൻലാൽ അവതരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞ് ലാലേട്ടനെ നമ്മൾ ആ തിയേറ്റർ കുലുങ്ങുന്ന സീൻ കിട്ടാൻ വേണ്ടി നിൽക്കുക. അതെല്ലാവരും നിൽക്കും. അപ്പൊ അത് ആ സിനിമയ്ക്ക് ഇത്രയും എന്താ പറയാ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ വർക്ക് ചെയ്ത ഒരാൾ വന്നിരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ കണ്ണിലൂടെ, അപ്പൊ ബാക്കിയുള്ളവരുടെ കണ്ണിലുള്ള ഒപ്പീനിയൻ പറയുന്നത് അവര് കണ്ട് അവരുടെ ബാക്കിയുള്ള കണ്ണിലുള്ള ഒപ്പീനിയൻ അവർ പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് പാളി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതങ്ങനെ സംഭവിച്ചു, അത് പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ എനിക്ക് തോന്നുന്നത് ഈ എക്സൈറ്റിംഗ് ഫാക്ടർ കിട്ടാത്തത് കൊണ്ടാണ് മെജോറിറ്റി ക്രൗഡും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാതിരിക്കുന്നതിൽ ഒരു റീസൺ ഈ പറഞ്ഞ പോലെ ടിനു എന്ന് പറഞ്ഞതും ആയിരിക്കാം. ആണ്. കാരണം ഏറ്റവും കൂടുതൽ ട്രോളുകളും കമന്റ് സെക്ഷനും നിങ്ങൾ നോക്ക്. കാരണം ആളുകൾ ടിനുവിന്റെ വാക്കടക്കം വിശ്വസിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് LJP ലാലേട്ടൻ്റെ പടമാണ്. വേറെ ഏതെങ്കിലും പടത്തിന് ടിനു വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യൂല, അത് വിശ്വസിക്കൂല. പക്ഷെ ഇത് ലാലേട്ടനും LJP ആയതുകൊണ്ട് ആളുകൾ ഇത് എക്സ്പെക്റ്റും ചെയ്തു, വിശ്വസിക്കുകയും ചെയ്തു. തിയേറ്ററിൽ അത് ഡെലിവറും ആയില്ല. അപ്പൊ പിന്നെ ടിനു പറഞ്ഞത് ചുമ്മാ പറഞ്ഞത്, അല്ലെങ്കിൽ അതൊരു തണുപ്പം മട്ടിൽ ടിനുവിനെ ന്യായീകരിച്ച പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സിലെടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിൽ പുറകിൽ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല. അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇവിടെ ലിജോ പറയുന്നത് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓബിയസ്ലി ഇതിനു മുമ്പ് മലയാളത്തിൽ കണ്ടിട്ടുണ്ട്, വലിയ ബഡ്ജറ്റുള്ള സിനിമ വർക്കായില്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റേഴ്സ് വരുമോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ബിസിനസ്സാണ്, ഒരു ലോട്ടറി പോലെയാണ്. ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല, ചിലർക്ക് അടിക്കും, ചിലർക്ക് അടിക്കില്ല. അതിന് എത്ര വലിയ നടനോ എത്ര വലിയ ഡയറക്ടറോ ആണെന്നുണ്ടെങ്കിലും ചില പടം വർക്കായില്ലെങ്കിൽ വർക്കായില്ല, പ്രൊഡ്യൂസർക്ക് പൈസ പോവും. ഹാപ്പൻസ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുകളെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്കും പൈസയാണ്. അവർക്ക് എന്റർടൈനിങ് ആയിട്ട് ഒരു സാധനം അല്ല ഡെലിവർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എത്ര വിശ്വസിച്ചാലും, ഇത് ഞാൻ ലിജോന്റെ കേസ് മാത്രമല്ല എല്ലാവരുടെ കേസും പറയാം സിനിമാക്കാരത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് കൃത്യമായി ഡെലിവർ ആക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തില്ല ഫോർ എനി റീസൺ. ഒരു മാസീവ് ക്രൗഡ്, കൊമേഴ്ഷ്യൽ എലമെന്റ് ഇല്ലാതെ പോയ ഒരു സിനിമയിൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾക്ക്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ സിനിമ നിർത്തി പോകും, ഇനി മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും മലയാളത്തിലുള്ള ആളുകൾ ചോദിക്കൂ,
കുറച്ച് പേരൊക്കെ ചോദിക്കും. ഇപ്പം ഞാനൊക്കെ ചോദിക്കും നമുക്കൊരു വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ കാണാൻ പറ്റുമോ, വരുമോ? പക്ഷെ സാധാരണ പ്രേക്ഷകരൊന്നും ചോദിക്കൊന്നുമില്ല. അതായത് നോർമലായിട്ട് ഒരു സിനിമ ഒരു ജസ്റ്റ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് കാണുന്ന ആളുകൾ, അതായത് സിനിമ കാണണം, അതിന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് സിനിമ ഇൻഡസ്ട്രി വലുതാവും, നമുക്കൊരു സന്തോഷം വരണം, അങ്ങനെയൊന്നുമില്ല. ചില ആളുകൾ എങ്ങനെയാണ് സിനിമ കാണണം അത്രേ ഉള്ളൂ. ചിലർക്ക് മോഹൻലാലിന്റെ സിനിമ മാത്രം കണ്ടാൽ മതിയാവും, ചിലർക്ക് മമ്മൂട്ടിയുടെ സിനിമ മാത്രം കണ്ടാൽ മതിയാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ എന്താ പറയാ, അവരിതൊന്നും ബോധർ ചെയ്യുന്നില്ല. പ്രേക്ഷകരിൽ ഒരു മെജോറിറ്റി ആളുകളും നിങ്ങൾ എത്ര മുടക്കിയെന്നോ, നിങ്ങൾ മുടക്കിയതിന് മാത്രമാണല്ലോ പറയുന്നത്. ഈ കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്നും പറയില്ലല്ലോ. അത് വേറെ സാധനം. ഇത് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോ ഇതിങ്ങനെയാണ്, അതുകൊണ്ട് ഇനി ഇവര് വേറൊരു സിനിമയ്ക്ക് പൈസ മുടക്കോ ഇല്ലേ നമുക്കറിയില്ല. അതൊക്കെ ബിസിനസ്സാണ്. അതൊക്കെ ബിസിനസ്സായിട്ട് തന്നെ കണ്ടിട്ട് സംസാരിക്കുക, അതാണ് ബെറ്റർ. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ വരുന്ന പ്രേക്ഷകന് ഇപ്പോൾ ഇത് അയ്യോ മലൈക്കോട്ടെ വാലിബൻ 18-20 കോടി മുടക്കിയ സിനിമയാണ്, ഡെഫിനറ്റ്ലി നമ്മളത് ഹിറ്റാക്കി കൊടുത്താൽ ഒരു അടുത്ത സിനിമ. പ്രേക്ഷകന് താല്പര്യങ്ങളില്ലേ, പ്രേക്ഷകന് ഫ്രീഡം ഇല്ലേ, പ്രേക്ഷകന് സ്വാതന്ത്ര്യമില്ലേ സിനിമ കണ്ടിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് പറയേണ്ടത്? അല്ലാതെ 60 കോടിക്കും 70 കോടിക്കും 80 കോടിക്കും പ്രേക്ഷകന് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഡെലിവർ ആയ ഒന്നും മിണ്ടാതെ അടിയൻ എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. എനിക്ക് അതിലൊന്നും ഒരു അഭിപ്രായം ഇല്ലാത്തൊരു മനുഷ്യനാണ്. നല്ല പ്രൊഡക്ട്സ് കിട്ടിയാൽ നല്ലത് നാട്ടുകാർ പറയും, ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ പറയും നാട്ടുകാർ. ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ആയിരിക്കണം. നമ്മള് ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മുടെ റീൽസ് അടുത്തേക്ക് പോകണം. നമുക്ക് ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ. വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിൽ ഇട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ടത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം ഈ പ്രൊമോഷന്റെ ടൈമിൽ നിങ്ങൾ പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ പോയിന്റ്. ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാർത്തിക് സൂര്യന്റെ വീഡിയോ നമ്മൾ പറയണ്ടായിരുന്നു. നമ്മളിപ്പോഴുള്ള ഹ്യൂമൻ ബീങ്സ്, നമ്മളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ AI അടക്കമുള്ള വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പം നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറയാൻ കാരണം നമ്മളെ ലൈഫ് ഭയങ്കര ഫാസ്റ്റാണ്. എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വിരൽത്തുമ്പിൽ കിട്ടിത്തുടങ്ങി. പണ്ടത്തെ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യത്തിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? എല്ലാം നമുക്ക് പെട്ടെന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലൈഫിൽ കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ അറ്റൻഷൻ സ്പാൻ കുറവുള്ള ഒരു ജനറേഷൻ്റെ മുന്നിലേക്ക് ഒരുപാട് അറ്റൻഷൻ സ്പാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് സിനിമ കാണേണ്ട ഒരു ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സിനിമ തരുമ്പോൾ യു ഷുഡ് ഹാവ് ടോൾഡ് ദിസ് മച്ച് ബിഫോർ. എൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ ഫാൻ എന്നുള്ള ഒരു സാധനം മാറ്റി വെച്ച് എൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കഥ കേൾക്കുന്നത് പോലെ അങ്ങനെ കേട്ടാൽ മതി. അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് മൈഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷെ അപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ്റെ ടൈമിൽ നിങ്ങൾ മാക്സിമം ലാലേട്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡും ഇപ്പം ഈ പറഞ്ഞ പോലെ ലിജോ ജോസ് ആൻഡ് ലാലേട്ടൻ കൂട്ടുകെട്ടിൻ്റെ ആ ഒരു ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ ഫാക്ടറൊക്കെ നിങ്ങൾ കണക്കിലെടുത്തിട്ട് ഇത് ഓക്കെ, ഇത് ആ രീതിയിൽ മാക്സിമം ആളുകൾ എത്തട്ടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഞാൻ എന്താ പ്രേക്ഷകൻ ശരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ മൂവീസിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിക്കാറുണ്ട്. അതായത് ഓക്കെ, ഇത് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് അറ്റൻഷൻ കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് കാണേണ്ട ഒരു സിനിമയായിരിക്കും. കാരണം അത്ര ഡീറ്റെയിലിംഗ് കാണും, അത്ര ഡെപ്ത് കാണും, സ്പൂൺ ഫീഡിങ് ആവില്ല എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് കയറും. അങ്ങനെ കയറിയാലേ ഇത് കാണാൻ പറ്റും. അപ്പം അത് പറയാൻ, അല്ലെങ്കിൽ അത് കൺവേ ആക്കണം ശരിക്കും. ഒരു ഡയറക്ടർ എന്താണ്, അയാളുടെ MO എന്താണ് എന്നുള്ളതൊക്കെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റിയാൽ അയാൾക്ക് സക്സസ് റേറ്റും കൂട്ടാൻ പറ്റും. എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനമാനാരും ശ്രമിക്കണ്ട.
നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. അതാണ്, ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് ലിജോ പറഞ്ഞു. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ റിസൾട്ടിൽ ഈ വന്നിരുന്ന് സംസാരിക്കാനുള്ള കാരണം എന്താ? അത്രേ ഉള്ളൂ. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരും ബാക്കിയുള്ളൊരു ബുദ്ധി ഇല്ലാത്തവരായത് കൊണ്ടുമല്ല. ഇറ്റ്സ് ജസ്റ്റ് അങ്ങനെ ഒരു സെയിങ് ആണ്, അങ്ങനെ പറയും. അതായത് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സിമ്പിളാണ്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മലയാളത്തിലെ പ്രേക്ഷകർ, ഓക്കെ, എസ്പെഷ്യലി ക്രിട്ടിക്സിനേക്കാൾ കൂടുതൽ മലയാളത്തിലെ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻ ബേസ് ഉള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാക്സിമം അവർക്ക് ഇത് നമ്മളെ ഇൻഡസ്ട്രി എന്നുള്ള സിനിമ ഇത് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ട്. മലയാളികൾക്ക് അങ്ങനത്തെ കൺസിഡറേഷൻ ഒന്നുമില്ല. മലയാളം ഒരു മെജോറിറ്റി പ്രേക്ഷകർക്കും അങ്ങനത്തെ കൺസിഡറേഷൻ ഒന്നുമില്ല. ഇത് നമ്മുടെ സിനിമയാണ്, ഇത് നമ്മൾ ഹിറ്റാക്കണം, ഇത് നമ്മളെ ലാലേട്ടൻ്റെ സിനിമ. ഇപ്പം നിങ്ങൾ ഈ വാലിബന്ധൻ്റെ കേസൊന്നും എടുത്ത് നോക്ക്. ഫസ്റ്റ് ഡേ സിനിമ കാണാൻ ഈ ലിജോ പറഞ്ഞ പോലെ FDFS കയറിയത് മൊത്തം ലാൽ ഫാൻസാണ്. ഈ സിനിമേനെ മൊത്തം എയർ കയറ്റിയത് ലാൽ ഫാൻസാണ്. ആണ്, മോഹൻലാൽ ഫാൻസ് തന്നെയാണ് ഈ സിനിമേനെ എയർ കയറ്റിയത്. അപ്പം ഇവിടെ അങ്ങനത്തെ കൺസിഡറേഷൻ ഒന്നുമില്ല. ഇവിടെ ഒറ്റ ബിസിനസ് മന്ത്രമുള്ളൂ സക്സസ് ആവാൻ. ഡെലിവർ ചെയ്യണം ഓഡിയൻസിൻ്റെ മൈൻഡ് അനുസരിച്ച്, ഓഡിയൻസിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. ആ ടേസ്റ്റും മൈൻഡും പല സമയങ്ങളിൽ മാറുന്നതിനനുസരിച്ച് ഡെലിവർ ചെയ്യാൻ പറ്റണം. ഇനി എത്ര വലിയ നടനാണെങ്കിലും, എത്ര വലിയ ഡയറക്ടർ ആണെങ്കിലും, എത്ര വലിയ ടീമാണെങ്കിലും ചില സിനിമകൾ കയ്യിൽ നിന്ന് പോകും. അത് ആക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ, നെക്സ്റ്റ് പടം എടുക്കുക. ഈ എന്താ പറയുക, പറഞ്ഞ ആളുകളൊക്കെ തിരുത്തി പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ട് ആ എക്സ്പ്ലനേഷൻ്റെ ഉള്ളിൽ ഓക്കെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ വെച്ച് പോണത് ഇറ്റ്സ് ബെസ്റ്റ്, വന്നത് അടിപൊളി. പക്ഷേ ഇതിനിടയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് വീണ്ടും ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിക്കാനുള്ളൊരു ടൈമോ കാര്യങ്ങളോ കൊടുക്കാതെ പോണതായിരുന്നു ബെറ്റർ. ജസ്റ്റ് ഓക്കെ ഇതിങ്ങനെയാണ്, ഈ സിനിമയ്ക്ക് കുറച്ച് ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു. ഈ സിനിമ കുറച്ച് സമയമെടുത്ത് കാരണം, കുറച്ച് എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ട് കാണണം, ഇതിങ്ങനെയാണ് കഴിഞ്ഞു. അടുത്ത കാണുന്ന ക്രൗഡ് അങ്ങനെ കയറി കണ്ടോളും. അത് അതിന് പകരം ഇതിങ്ങനെയാണോ അത് അങ്ങനെയല്ലേ എന്നുള്ളതൊക്കെ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞ് ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കാൻ എന്താ അറിയോ, ലിജോ മാത്രം വന്നിരുന്നു അപ്പം എന്തോ സംഭവിച്ചു സിനിമയ്ക്ക്. അതാവും ഞാൻ അടുത്ത ടോക്ക്. അയ്യോ ഇതെന്തപ്പോൾ സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ അപ്പം എന്തോ സംഭവിച്ചോ വാലിബന്, ഇതാവും ചിന്തിക്കാൻ പോണേ.